ഏട്ടാ ഇന്ന് പരിപാടികളൊന്നും ഇല്ലല്ലോ? പരിപാടിയൊന്നുമില്ല. എന്തേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ? കുറേ ആയില്ലേ നമ്മൾ പോയിട്ട്. എന്താ അത്ര ആലോചിക്കുന്നത്? പോവാ. വേണേ പോവാം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയാൽ മതി. ഒന്ന് വെറുതെ പോയിട്ട് റീഫ്രഷ് ചെയ്ത് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് പോകാല്. കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ ഏതായാലും ഞാൻ രാവിലെ കുളിച്ച് സെറ്റായി മാറ്റിയൊക്കെ നിൽക്കുക. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടിയൊക്കെ ഒന്ന് കീഴണം. നല്ല ചെക്കന്മാർ കൊണ്ടുപോയി ഫുള്ള് വൃത്തിയായിട്ടാക്കി വെച്ചേക്ക്. ഫുൾ പൊടിയാണല്ലോ ഏട്ടാ. എന്നാൽ വണ്ടിയൊക്കെ ഒന്ന് കേൾക്കാം. ഏട്ടൻ വണ്ടി കഴിയുമ്പോഴത്തേ ഞാൻ ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരാം. ആയിക്കോട്ടെ. ഓക്കെ ശരി. എന്നാൽ വേഗം നോക്കേട്ടാ, സമയം പോകുന്നു. ഏതായാലും പോവല്ലേ, നേരത്തെ പോവാം. ആയിക്കോട്ടെ, ഇനി പോയോ. ഫുള്ള് പൊടിയാക്കിയിട്ടെല്ലാം കൂടി വണ്ടിയിലോട്ട് കൊള്ളാക്കി കൊണ്ട് വെച്ചിരിക്കും. ഫുള്ളൊക്കെ വൃത്തികേടാക്കി വെച്ചിരിക്കല്ലോ. സനോ, ചെറിയൊരു അർജന്റ് കേസ് ഉണ്ട്. എന്താടാ? ഒന്ന് വണ്ടി വേണ്ടി. ചെറിയൊരു അർജന്റ് കേസ് ഉണ്ട്. എന്തേ? വണ്ടി വേണ്ടി. അല്ലടാ, എവിടെ പോനാ? അത് ഓളെ വീട്ടിൽ ചെറിയ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അർജന്റായിട്ട് സംസാരിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് അത്യാവശ്യമായിട്ടാ. എടാ, അത് ഓളപ്പുറം ഒന്ന് പുറത്ത് വന്നിറങ്ങി നിൽക്കാം. ഞാനതാ വണ്ടി കഴിക്കുന്നത്. അല്ല, നീ പോയപ്പോൾ എപ്പോഴാണ് വരിക? എനിക്ക് എപ്പോഴാണ് കൊണ്ട്? ഇപ്പോൾ സമയത്ത് 9 മണി. ഞാനൊരു 11 മണിയാകുമ്പോഴത്തേക്കോ. ഒത്തിരി അത്യാവശ്യമായിട്ടാ. 11 മണിക്ക് 11 എത്തുമെങ്കിൽ അതെന്താ എനിക്കൊരു വിശ്വാസമില്ല. എന്ത് വരും? ഓളൊന്ന് കാണാൻ, സംസാരിക്കണം, ഒന്ന് കൂളാക്കണം, അത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വരും. എടാ, ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ എടുത്ത പ്രശ്നമൊന്നുമില്ല. 11 എന്തായാലും എത്തണേ. നീ അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട. ഞാൻ 11 പെട്ടെന്ന് എത്തും. ഈ പെട്ടെന്ന് താക്കോലെടുത്തുണ്ടോ? ഒരു ഞാൻ ഇപ്പോൾ എടുത്തുതരാം. എടാ, എന്നാൽ കേട്ടോ, പറയാം. ചാവി എടുത്തുതരാം. ആ, ഞാൻ പത്തു ഞാൻ ഫ്രണ്ടിൻ്റെ കാറ് വെറ്റ് ചെയ്ത് നിൽക്കാം. ഓൻ്റെ വീട്ടിലുണ്ട്. വരാ ഈ പേടിക്കാൻ അപ്പോൾ വരും. എന്നാടാ ഹൂശ, ഓനെ 11 എത്തണേ. അല്ല, എങ്കിയായിരിക്കും പണി. ബേജാറാണ്ട, ഞാൻ പെട്ടെന്ന് വരും. അതിന് എത്തും. ചങ്ങായി വേഗം വരികയായിരിക്കില്ലേ? ആ ഏട്ടാ, പോവാനായില്ലേ? 10 മണിയാവാനായി. പോവാന്നാലേ. അല്ല, കാർ എവിടെ പോയി? എടേ, കാറൊന്ന് സുഖിച്ചുണ്ടായതാ. ഞാൻ പറഞ്ഞില്ല അവനൊരു അഫയർ ഉണ്ടെന്ന്. മോളെ വീട്ടിലെന്തോ പ്രശ്നമായി നടന്നില്ല. അപ്പോൾ എന്തോ സംസാരിക്കണം തന്നെ അർജൻറ്റായി കൊണ്ടുപോയതാ. 11 വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 11 പോയാൽ പോരെ? അയ്യോ ഏട്ടാ, കുറേ കാലത്തിന് ശേഷം ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചപ്പോൾ ഇതാണല്ലോ അവസ്ഥ. അല്ല ഏട്ടോ, 11 വരുമോ? എടി, ഓൻ 11 എത്തരോ? ഓൻ അത്ര ഉറപ്പ് പറഞ്ഞാ. ഓരൊന്നും എന്തോ ചൊറണ്ടായില്ല, അതൊന്ന് സംസാരിച്ച് വേഗം വരും. ഓൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഓൻ എത്തിയിരിക്കും. വാക്ക് പറഞ്ഞാൽ അതിൽ മാറ്റം ഉണ്ടാവില്ല. ആ ഉറപ്പാ. എന്നാൽ ആയിക്കോട്ടെ, ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ തീർക്കട്ടെ. എന്നാൽ ആയിക്കോട്ടെ. എടി, ഞാൻ ആ പൊട്ടനോടെ എൻ്റെ വീട്ടിൽ ഫുള്ള് പ്രശ്നമായിട്ട് പറഞ്ഞിട്ടാണ് ഈ കാറെടുത്ത് ഒപ്പിച്ച് വന്നത്. ഓരെവിടെയൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കേനി. ഒരു കല്യാണം അതിൻ്റെ കുറേയൊക്കെ ആയില്ലേ. നിമ്പവരുടെ കഴിഞ്ഞിട്ടൊക്കെ മെല്ലൊക്കെ പോയാൽ മതി. അവർക്ക് എന്താ തിരക്കുള്ള പോയിട്ട്. ഇനിയിപ്പോൾ കാറ് പെട്ടെന്ന് കൊണ്ടു കൊടുക്കേണ്ടി വരുമോ? 11 മണിന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് കറക്കമൊക്കെ ഇറങ്ങിയിട്ടേ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞൊക്കെ കൊണ്ടു കൊടുത്താൽ മതി. വലിയ തിരക്കൊന്നുമില്ല. അവരൊക്കെ അങ്ങനെ പോയാൽ മതി. നമുക്ക് കുറച്ച് ദൂരോട്ട് എവിടേക്കെങ്കിലും പോയാലോ? മോക്ക് എവിടെയാ പൊണ്ണിച്ച അവിടെയൊക്കെ ഏട്ട മോളെ കൊണ്ടുപോകും. നല്ല 11 എത്തായല്ലോ. നമ്മളിപ്പോൾ നല്ല കേൾക്കും. സുഖീഷ് ഒന്ന് വിളിച്ചോട്ടെ. മോളേട്ടന് മുത്തല്ലേ. 11:10 പണ്ടാരക്കാലം വിളിക്കാൻ തുടങ്ങി. ഒരു സമാധാനം തരില്ല. എടാ, 11 കഴിഞ്ഞല്ലോ. നീ ഇവിടെ എത്തണായോ? നീ എന്താ വരാത്തത്? ഹലോ എടാ സനോ. എടാ, ഞാൻ സംസാരിച്ച് നോക്കടാ. ഞാൻ ഇപ്പോൾ വിളിക്കാം. ആയിക്കോട്ടെ. എന്നാൽ ശരി. ഈശ്വരാ, ഒന്നൊരു 11 തന്നെ എത്തയക്കൂ. അല്ല ഏട്ടാ, 11 ആവാനായാലും വണ്ടി വന്നില്ല. ഇപ്പോൾ വരടോ. എന്തിപ്പോ വരും? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ രാവിലെ പോവാൻ. നമുക്ക് 11 വരാനും കൊടുത്തു പോയതാണ്. ഇപ്പോൾ വരൂ. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാ. ഓന് ഒരിക്കലും വണ്ടി കൊടുക്കരുത്. ഓൻ എവിടെ കൊണ്ടുപോയാലും ഇങ്ങനെ തന്നെയായിരിക്കും. മാളോ ബൈക്കും കൊണ്ടുപോയില്ലേ? ഓന്നിട്ട് എപ്പോഴാണ് കൊണ്ടു തന്നെ? നിങ്ങൾക്ക് ഒരു അനുഭവം ഉള്ളല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് പിന്നെയും കൊടുത്തു. എടാ, ഒരാൾ വണ്ടി വന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ തരാം 11 വരാതെ കൊടുക്കണ്ട. പിന്നെ അത് അങ്ങനത്തെ കൊടുക്കണം. ഓനെപ്പോലത്തെ ഉടായ്പിനല്ല കൊടുക്കുക. ഞാൻ കണ്ടില്ലേ, ഞാൻ കണ്ടിട്ട് ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല. നിനക്ക് എന്താ അവനെ പറ്റി?
പിന്നെ ഓനൊക്കെ വാക്ക് പറഞ്ഞ പാലിക്കുന്നുണ്ടോ? നല്ല വാക്ക് പറഞ്ഞ പാലിക്കുന്നത്. എന്തോ പ്രശ്നത്തിലായിപ്പോയിക്കും അതായിരിക്കും. ഇല്ലാണെന്താ നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയിപ്പിക്കണ്ട. എവിടെ പോട്ടെ, എവിടെ കുത്തിരണോ? ഇനി ഞാൻ ഇല്ല ഞങ്ങളപ്പുറം. ഓനൊരു വണ്ടി കൊടുക്കല്. അല്ല മോള് പറയും ഇപ്പൊ ഒരു സിനിമയ്ക്ക് പോയല്ലോ, പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. അല്ലേട്ടാ, നമ്മള് സിനിമ കയറി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവൂലേ? എന്റെ ഫ്രണ്ടിന് വണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇനി പ്രശ്നം വരുമോ? അതൊന്നും പ്രശ്നമില്ലടി. മുമ്പൊക്കെ പോളെടുത്ത് പോയിട്ടെ സമയം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഓനൊരു പോയിന്റാണ്. ഓള് വേഷതാകുന്നുള്ളൂ. ഓനെ ഇടയിൽ ഓൻ നല്ല കേൾക്കും, പ്രശ്നമില്ല. ഓനെ എങ്ങനെ കാല് പിടിച്ച് നിന്നോളൂ. അങ്ങനെയാ? ഇങ്ങനെ പൊട്ടന്മാരായ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള നമ്മളെ ഭാഗ്യം. നമുക്ക് കിടക്കണ കാറെടുത്ത് പോവാലല്ലേ? ഇന്നല്ല അടുത്ത ആഴ്ചയെ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാണ്ട്. അത് ഈ പൊട്ടറ വണ്ടി വാങ്ങണ്ട. ഓ ആ വിളിക്കുന്ന എന്ത് വെറുപ്പിക്കലമേ, എന്ത് ശല്യടി. കട്ടാക്കുന്നുണ്ടല്ലോ. എന്തായാലും തിരക്കിലായിക്കോളി. കുറച്ച് എൻ്റെ വിളിക്കാം. ഏട്ടാ, ഓൻ പിന്നെയും വിളിക്കുന്നത്. നിങ്ങൾ എടുത്ത് കാര്യം പറയും. എന്താ അവന് പറയണ്ടത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? എന്ത് മണ്ടത്. ഓനെ പെണ്ണുങ്ങളെ പേടിച്ച് ഇങ്ങനെ വിളിക്കുന്നത്. ഒന്നൊരു വിളിച്ചോക്കാം. ഇതെന്താ ഞാൻ എടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ആയിക്കളാം, കട്ട് ചെയ്തോളാം. എന്നാ പിന്നെ അതാ നല്ലേ. സ്വിച്ച് ഓഫ് ആക്കിട്ടെ കേട്ടാ. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി. ആ മണ്ടന ശല്യം ഉണ്ടാവില്ല. ഓക്കെ, എൻ്റെ ഫ്രണ്ടിന്റെ വീടുണ്ട്, ഒന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ ഏട്ടാ, എന്നാ അങ്ങോട്ട് പോവാം. ഏട്ടാ, നിങ്ങൾ പറഞ്ഞ 11:30 കഴിഞ്ഞ് 12:30 കഴിഞ്ഞ് എവിടെ നിങ്ങൾ ചങ്ങായി? വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലല്ലോ. വിളിച്ചിട്ട് ഫോൺ എടുക്കൂലല്ലോ. അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ തന്നെ. നിങ്ങളെ ഫുള്ള് ഊറ്റാനായിട്ടുള്ള ഫ്രണ്ട്സാ. എന്നിട്ട് അതൊക്കെ കേട്ട് വിശ്വസിച്ച് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഒരു മണ്ടനും. എടാ ചോദിച്ചാ കൊടുത്തതല്ലേ വരുന്നുണ്ട്. നിങ്ങളെ വർത്താനം എന്നോട് പറയണ്ടോ? ഓനെ കൈമുട്ടിന്റെ ചുരുട്ടി കൂടി വലിച്ചേറി പറഞ്ഞാ. ഇനി മേലെ ഫ്രണ്ട്സ് കൂടെ കയറി വരുന്നത് കാണുട്ടോ. എടാ പറ്റിപ്പോയി. ഓനെന്താ ചൊറയെ പറ്റിയിട്ടായിരിക്കും. ചൊറ നിങ്ങളതല്ലേ ഫ്രണ്ട്സ്. ചൊറ ഇല്ലെങ്കിൽ അതിശയുള്ളൂ. പിന്നെ ഇനി നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ. ഞാൻ ഇല്ലേ നീ അങ്ങോട്ടും. നിങ്ങളെ ചങ്ങായില്ലേ, ഓൻ വരുമ്പോ ഓനെയും കൂട്ടി പോയിക്കോ. ഇല്ല പിന്നെ ഓരോ ഒടുക്കത്തെ ചങ്ങായിമാരും. അഞ്ചര മണിയായി. പാന്നെനിക്ക് വരുന്ന പറഞ്ഞ ആളാ. ഇന്ന് സൗനന്റെ വീരും പിടിച്ച വണ്ടി എന്ത് വെറുപ്പിക്കലായി വെറുപ്പിക്കുന്നത്. ബാക്കിയുള്ളൊരു സമാധാനം നിനക്ക് അല്ലടോ. ഇനി എന്ത് പണി ചെയ്ത്? ഞാൻ പാന്നെനിക്ക് പോകണ്ട എന്നോട് പറഞ്ഞല്ലോ അവളെയും കൂട്ടിയിട്ട്. ഇനി അത് വരുന്നുള്ള ഉറപ്പിലല്ല എനിക്ക് തന്നേ. നമുക്ക് ഏറ്റവും അർജന്റ് ഒന്നുമില്ലല്ലോ. ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ട് ഒന്ന് കൂളാക്കിയിട്ട് വരാൻ നിൽത്താ. അതിൽ ഏകദേശം ഒരു 5 മണിയായി പോയതല്ലേ. എടാ അതൊക്കെ ആയിക്കോട്ടെ, ഒക്കെ എനിക്കറിയാം. നമുക്ക് വിളിച്ചാൽ ഒന്ന് ഫോൺ എടുത്തൂടെ? പിന്നെ ഞാൻ കാര്യമായിട്ടൊരു സാധനം സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അതൊന്നും ഡീലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫോൺ എടുക്കാൻ നിൽക്കാൻ. എടാ എനിക്കെന്നാ നേരത്തെ ഒന്ന് പറഞ്ഞിടേനോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ണീനെ വണ്ടി എടുത്ത് പോലേനോ. ഇനി ഇത് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ആകെ പ്രശ്നമെല്ലാം കൂടി. ഓളെല്ലാം കൂടി ഇടയ്ക്ക് പോകണമെന്നാണ്. ഒന്നും നടന്നുമില്ല. മൊത്തം പ്രശ്നമാകും ചെയ്തു. ഞാൻ ഇത്രയും പറഞ്ഞൊക്കെ മനസ്സിലായില്ല. ആയിക്കോട്ടെ നിർത്തിക്കോ. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കൂടെ അവസാനിച്ച്. അല്ലടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എന്ത് ഉദ്ദേശിച്ചാലും വരില്ല. എനിക്ക് എൻ്റെ വണ്ടിയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഞാൻ പോവാം. മോനെ സുഗീഷ് എങ്ങെടപ്പയാ? ഇല്ല സീനാച്ചിയെ ഒന്നും പറയണ്ട. സാധുവിൻ്റെ വണ്ടി ഒന്ന് കൊണ്ടുപോയി. പോയ അന്നേരം തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാ. തെറിപ്പിച്ചിട്ട് പണ്ടറടിക്ക് അവിടെ കൊണ്ടു കൊടുത്തിട്ട് കൊണ്ട് വരിക. അപ്പോൾ അല്ല മോനെ, എനക്ക് വേറെ പണിയില്ലേ ഓനോട് വണ്ടി ചോദിക്കാൻ? ആരെങ്കിലും ഓനോട് വണ്ടി ചോദിക്കോ? ആര് വണ്ടി കൊണ്ടുപോയാലും ഇങ്ങനെ വെറുപ്പിച്ച് കൊണ്ടുവരാൻ അന്നേരം വിളിക്കൂ. അത് തന്നെ സീനാച്ചിയെ പറ്റിപ്പോയി. ഒരു പ്രാവശ്യം കൊണ്ടുപോയപ്പോൾ തന്നെ എനിക്ക് മതി. ഇനി മേലാനോട് ഞാൻ വണ്ടി ഓടിക്കില്ല. അല്ല മോനെ, നീ എന്തിനാ ഓരോരുത്തരോട് കാർ ഇറക്കാൻ നടക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിക്കൂടെ? ഇപ്പം അതിന് റൊക്കം പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. EMI ആയിട്ട് മാസം മാസം പൈസ അടച്ചാൽ പോരെ? അതിൻ്റെ ആവശ്യമില്ലെന്ന്. എൻ്റെ വണ്ടി ഇല്ലെങ്കിൽ ഇഷ്ടമാതിരി വേറെ കമ്പനിക്കാരെ വണ്ടിയില്ല. അത് എടുത്ത് പോയാൽ പോരെ. വെറുതെ ഇടപെടിക്കാൻ നിൽക്കുക. ഞാൾ കൊള്ളാമല്ലോ സുഗീഷേ. ആയിക്കോട്ടെ സീനാച്ചിയെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ വല്ല പൊട്ടുന്നാൽ. ആയിക്കോട്ടെ മോനെ. അല്ല സനു, ഇവിടുന്ന് ആരാ ഇപ്പോൾ ഒന്ന് വണ്ടിയുമ്മ പോയത്? നിങ്ങൾക്കറിയില്ല, സുഗീഷാണ്. ഞാൻ കമ്പനിക്കാരല്ലേനോ? അല്ല, ഓനൊക്കെ എൻ്റെ കമ്പനിക്കാരനാ? ഓൻ എന്തിനെന്നതിനു? ഓനെവിടെ പോകണ്ടായിട്ട് എൻ്റെ വണ്ടി ഒന്ന് എടുക്കാൻ വന്നതിന് എന്തേനു? അല്ല മോനെ, ഇനി അല്ലാണ്ട് ഓന് വണ്ടി കൊടുക്കുക. ഓനൊക്കെ ആണ്ട തരികടെ.
അത് സീനേച്ചി അവനെന്തോ അർജൻറ്റ് ഉണ്ട് എൻ്റെ അവനെ നമ്മളെ കമ്പനിക്കാരനല്ലേ എന്നെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞ മോനെ, ഇപ്പോഴത്തെ കാലമൊന്നും ആർക്കും വണ്ടിയൊന്നും കൊടുക്കൂല. ഞാൻ പോയിക്കേ മോനെ. ആ സീനേച്ചി ആൾ ഉടായ്പാണെങ്കിലേ സീനേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ നിൽക്കരുത്. ഉപകാരം ചെയ്താൽ ഉപകാരം ചെയ്തവന് പണി കിട്ടും. അത്രേ ഉള്ളൂ.